ഹായ് ഓൾ, വെൽക്കം ടു മൈ ഫസ്റ്റ് ഫുൾ ലെങ്ത് വീഡിയോ. ഇതെൻ്റെ ഒരു നെയിൽ പോളിഷ് കളക്ഷൻസ് കാണിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈ സ്റ്റോറീസ് ബൈ സോണിയ എന്നാണ് ചാനലിൻ്റെ പേര്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി ഇഷ്ടത്തോടെ തുടങ്ങിയൊരു ചാനലാണ് കേട്ടോ. എൻ്റെ ഡെയിലി വീഡിയോസ് വ്ലോഗ്സൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെൻ്റെ ഒരു നെയിൽ പോളിഷ് കളക്ഷൻസ് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഇന്ന് ഞാനെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ ഇരിക്കുന്ന ടൈമിലാണ് നെയിൽ പോളിഷ് ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നതും ഈ ബോക്സിലുള്ളത് എൻ്റെ പഴയതുമാണ്. പക്ഷേ ഞാൻ എല്ലാം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതെൻ്റെ നെയിൽ പോളിഷ് റിമൂവറാണ്. ഇവിടെയുള്ള ഏതോ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ്. 50 റുപ്പി അല്ല 30 റുപ്പി എന്തോ ഉള്ളൂ. പക്ഷേ കോട്ടൺ പാഡ്സാണ്. ഇത് നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ ഞാനപ്പോൾ ഓരോ നെയിൽ പോളിഷ് എടുത്തിട്ട് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് കാണിക്കാം, ജസ്റ്റ് കളറൊന്ന് കാണിക്കാം. ഇതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് തുറന്ന് നോക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് എൻ്റെ ഗ്ലിമ്മർ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഇതിനാണ്. ഇത് എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോയിൽ നിന്ന് എന്തോ ഞാൻ എപ്പോഴോ വാങ്ങിച്ചതാണ്. കുറച്ചധികം ആയതാണിത്. ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഷെയ്ഡിന് പുറത്തായിരിക്കും ഞാൻ ഇടാറുള്ളൂ, അല്ലാതെ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാറില്ല. ഇത് ഗ്ലിറ്റേഴ്സാണ്, വൈറ്റ് ആൻഡ് ബ്ലൂ ഗ്ലിറ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കളറിൻ്റെ പുറത്ത് കുറച്ച് ഗ്ലിറ്ററി ആയിട്ടൊക്കെ പോകണമെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം. സോ ഇത് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്, കാരണം അതിനകത്ത് കുറച്ചുണ്ട്. കയ്യിലിടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഇട്ട് നോക്കുമ്പോൾ അറിയാം ഉണ്ടോ ഇല്ലയോ എന്ന്. കുറച്ച് അടിയിലാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും, അതിനകത്ത് സാധനമുണ്ട്. ഇതെൻ്റെ ഒരു സ്കിൻ ടോൺ കളറാണ്. സ്കിൻ ടോൺ കളറ് നെയിൽ പോളിഷാണ്. ഇതും കുറച്ചധികം ആയതാണ്. ഒരുപാട് പൈസയൊന്നും ഇല്ല. ഇതൊക്കെ എനിക്കിങ്ങനെ കളേഴ്സ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നോക്കി ഇങ്ങനെ ഏത് ബ്രാൻഡിൻ്റെ അങ്ങനെ ബ്രാൻഡഡ് നോക്കിയൊന്നും വാങ്ങിക്കാറില്ല. എനിക്ക് എല്ലാ കളേഴ്സും വേണം. അപ്പം ഞാൻ കിട്ടുന്നതൊക്കെ വാങ്ങിക്കും. ഇതിനകത്തും ഞാൻ ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇതിനകത്തും ഉണ്ട്. ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന നെയിൽ പോളിഷ് അതിനകത്തും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനത് കളയുന്നില്ല എന്ന് വെച്ചു. ഇത് ഞാൻ കീപ്പ് ചെയ്യാണ്. അപ്പം ഞാൻ കീപ്പ് ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്തു, താഴെ വെക്കുന്നു. വേസ്റ്റായിട്ട് കളയാൻ വെക്കുന്നത് ഞാൻ ആ ബോക്സിലിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊരു തേർഡ് കളർ. ഇതൊരു എന്താ പറഞ്ഞത്, ഒരു ഓറഞ്ചല്ല, ഒരു പിങ്കിൻ്റെ കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡാണ്. ഇതും മറ്റേ ആ ഗ്ലിമ്മറിൻ്റെ ഇത് തന്നെ കേട്ടോ. ഇതും സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച. പക്ഷേ സംഭവം എന്നാ വെച്ചാൽ ഇതെനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. കുറച്ചധികം നേരം നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ ഓർത്തു ശരി ഇത് കളയാമെന്ന് വെച്ചു. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് അടിയിൽ വരെ എത്തി. എന്നാലും ഞാൻ കളയുക, അതെന്തായാലും ഞാൻ യൂസ് ചെയ്യത്തില്ല. ഇതൊരു ബ്ലാക്ക് കളറാണ്. ഇതും കുറച്ച് പഴയതാണ്. ഇത് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ. അപ്പം കുറച്ചധികം പഴയതാണ്, ഒന്നുമില്ല, കട്ട പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനത് കളയുക. അടുത്തതൊരു ഈ ഷെയ്ഡാണ്. ഒരു തടിയുടെയൊക്കെ കളർ, ഒരു വുഡിൻ്റെ കളറാണ്. പക്ഷേ ഇത് നൈസാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നല്ലതാണ്. ഇതിനകത്തുണ്ട്. ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. അതുകൊണ്ട് ഇത് ഞാൻ ജസ്റ്റ് കളറൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ഇതാണ് ഷെയ്ഡ്. അത് ഞാനൊന്ന് ജസ്റ്റ് കയ്യിലിട്ട് നോക്കിയിട്ട് ഞാനത് കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാമെന്ന് വെച്ചു. നിങ്ങൾക്കിത് ഭയങ്കര എന്താ പറഞ്ഞത്, ബോറിംഗ് ആണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് ഒരു അതേപോലെ തന്നെ സെയിം ആ കളറ് പോലെ വരും. പക്ഷേ ഇതൊരു മാറ്റ് ഫിനിഷ് അല്ല, കുറച്ച് എന്താ പറഞ്ഞത്, ഇപ്പം കാണിച്ച പോലെ ഇതൊരു ഗ്ലിറ്റർ മോഡലാണ് കേട്ടോ. കണ്ടോ, ഗ്ലിറ്റർ പോലത്തെയാണ്, മാറ്റ് ഫിനിഷ് അല്ല. പക്ഷേ അതും ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം അതിനകത്തുണ്ട്. അടുത്തത് ഇതുപോലെ ഒരു സ്കിൻ ടോൺ കളർ തന്നെയാണ്. ഇതും അധികം പഴയതാണ്, കുറച്ചധികം പഴയതാണ്. ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇതൊക്കെ. കണ്ടോ, ഇതിലിപ്പോഴും ഉണ്ട്, നന്നായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം ഞാനത് കളയുന്നില്ല, അത് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഒരു
ഒരുവിധം തീർന്നു തന്നെ കേട്ടോ. ചെറിയൊരു യെല്ലോ പോലത്തെ ഒരു സ്കിൻ ടോൺ അങ്ങനത്തെ ഒരു കളറാണ്, പക്ഷെ ഒരുവിധം അത് തീർന്നു. ഐ മീൻ ഒരു ചന്ദന കളർ, ഒരു സാൻഡൽവുഡ് കളറാണ്. നെക്സ്റ്റ് ഇത് മറ്റേ ഗ്ലിമ്മറിൻ്റെ തന്നെ വേറൊരു ഗ്ലിറ്ററി സാധനമാണ്. ഇതിൽ പിങ്കും ബ്ലൂവും കൂടെയാണ് ഗ്ലിറ്റേഴ്സ് വരുന്നത്. മറ്റേ വൈറ്റ് ആൻഡ് ബ്ലൂ ഗ്ലിറ്റർ പോലെ തന്നെ ഇതിൽ പക്ഷേ ഉണ്ട് കേട്ടോ. ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, ഇടയ്ക്കെപ്പോഴോ ഏതിൻ്റെയെങ്കിലും പുറത്തിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഉണ്ട് സാധനം, അതുകൊണ്ട് ഞാനിത് കീപ്പ് ചെയ്യാണ്. ഞാൻ വെറുതെ കളയണ്ടല്ലോ, ഇടയ്ക്കെപ്പോഴെങ്കിലും നമുക്ക് ഏതിൻ്റെയെങ്കിലും പുറത്തിടാം. അതുകൊണ്ട് ഇത് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കും, അത് ഒരു ഗ്ലിറ്റർ സാധനം കിട്ടും നമുക്ക്. ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ജസ്റ്റ് എല്ലാം ഒന്ന് അടിച്ച് കാണിച്ച് തരുകയാണ് കേട്ടോ. അടുത്തതൊരു പിങ്ക് കളറായിരുന്നേ, കുറച്ച് ബ്രൈറ്റാണ്, പക്ഷേ ഇത് കുറച്ചധികം പഴയതാണ്. ഇതൊക്കെ യൂസ് ചെയ്ത് തീർന്നതാണ്. അപ്പോൾ പിന്നെ ഇതൊന്നും ഞാൻ വെക്കുന്നില്ല. അധികം പഴയത് തന്നെയാണ്, കുറേ ആയതാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തീർന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനത് കളയുകയാണ്. അടുത്തത് ഒരു യെല്ലോ കളറാണ്. യെല്ലോ പ്ലസ് ഒരു ഓറഞ്ചോ അങ്ങനെയൊക്കെ പറയാം, എന്നാലും അത്ര ഓറഞ്ച് അല്ല, ഒരു യെല്ലോ തന്നെയാണ്. ഇതിനകത്തും ഉണ്ട്, ഇതിപ്പം കണ്ടോ അതിനകത്തുണ്ട്, അല്ലാതെ തീർന്നിട്ടില്ല. കാരണം ഇതൊക്കെ വല്ലപ്പോഴുമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഈ കളേഴ്സൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെ മാച്ചായിട്ട് വേണമെങ്കിൽ വെക്കാമല്ലോ, അതുകൊണ്ട് ഞാനത് കീപ്പ് ചെയ്തു. ഇതൊരു ഒരു ബ്രൗൺ അങ്ങനത്തെ ഷെയ്ഡാണ്. ഇതും ഇതിനകത്തൊക്കെ ഉള്ളതാണ്, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇടയ്ക്കൊക്കെ നമുക്ക് ഈ കളറൊക്കെ യൂസ് ചെയ്യാം. ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെ അങ്ങനത്തെ പറയാം, ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഒരു സെയിം ഒരു ബ്രൗൺ അല്ലെങ്കിൽ സാൻഡൽവുഡ് കളർ പോലത്തെ ആണ്. ഇതും പഴയതാട്ടോ. ഈ കാണിക്കുന്നതൊക്കെ ഒരുവിധം പഴയത് തന്നെയാണ്. ഞാൻ ഇടയ്ക്കൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളൂ. അതിനകത്തൊന്നും അത്ര അധികം ഇല്ല, അതുകൊണ്ട് അത് ഞാൻ കളയുക. ഇതെൻ്റെ ഒരു ഗ്ലിറ്റർ പോലത്തെ തന്നെ, അതായത് മറ്റേ ഗ്ലിറ്റർ അല്ല, ബട്ട് സ്റ്റിൽ ഇതൊരു ഒരു ട്രാൻസ്പെറൻറ്റ് പോലത്തെയാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഗ്ലിറ്റേഴ്സ് വരുന്നുണ്ട്, അതായത് വൈറ്റാണ് അത് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഡാസ്ലറിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതിനകത്ത് ഉണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്യുമായിരുന്നു. ഇതിനകത്ത് ഉണ്ട്, പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ, കീപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതൊരു സാൻഡൽവുഡ് കളർ തന്നെയാണ്. ഇതിനകത്തും ഉണ്ട്, യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇടയ്ക്കൊക്കെ, അതുകൊണ്ട് അത് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു മെറൂൺ ഷെയ്ഡാട്ടോ. കാണുമ്പോൾ ബ്ലാക്കായിട്ട് തോന്നുമെങ്കിലും ഇതൊരു മെറൂണാണ്. ഇതും ഡാസ്ലറിൻ്റെ തന്നെയാണ്. ബ്രൈറ്റാണ്, ബ്രൈറ്റ് മെറൂണാണ്. ഇതൊക്കെ ഇട്ടാൽ നമ്മുടെ കൈ കുറച്ച് ബ്രൈറ്റായിട്ട് ഇരിക്കും. എനിക്ക് അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്. ഇത് ഒരുവിധം തീർന്നു തന്നെയാണ് കേട്ടോ. കുറേ ആയി ഞാൻ യൂസ് ചെയ്യുന്നു, ബട്ട് ഇതിനകത്തുണ്ട്. ഇതെൻ്റെ വേറെ എനിക്കിഷ്ടപ്പെട്ടാണ് യെല്ലോ. ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. ഇതൊക്കെ ഞാൻ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് കാണുമ്പോഴോ ഒക്കെ വാങ്ങിക്കുന്ന ഇങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സൊക്കെ തപ്പി പോകുമ്പോൾ കിട്ടുന്നതാണ്. പക്ഷേ ഇതൊക്കെ നല്ല കളേഴ്സാണ് കേട്ടോ. ഇതെല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ളത് തന്നെയാണ് നെയിൽ പോളിഷുകൾ. അപ്പോൾ ഇങ്ങനത്തെ കളേഴ്സ് കാണുമ്പോൾ ഇതൊരു വൈറ്റാണ്, വൈറ്റ് ഗ്ലിറ്റർ പോലത്തെ തന്നെയാണ്, അതായത് ഷൈനി ആയിട്ടുള്ളതാണ്. ഈ മാറ്റല്ല, ഇത് വൈറ്റാണ്. ഭയങ്കര ഷൈനിങ് ആയിട്ട് തോന്നും, പക്ഷേ മാറ്റിൻ്റെ ആ ഒരു ഭംഗി എനിക്ക് തോന്നുന്നില്ല ഇതിന് കിട്ടുമെന്ന്. പക്ഷേ വൈറ്റൊക്കെ ഇടണം എന്നുള്ളപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ്. ഇത് ഞാൻ ഒരുവിധം ഇട്ട് തീർന്നിട്ടുള്ളതാണ്. കാലിക്കുപ്പി ആയതാണ് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് കണ്ടോ, അത്രയേ ഉള്ളൂ. അത്രയും കുറേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചു, ഞാനത് കളയാണ്. നെക്സ്റ്റ് ഈ ഗ്രീനാണ്. ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കട്ട പിടിച്ചു, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, സോ അത് ഞാൻ കളയുക. അടുത്തത് ഒരു പിങ്കിൻ്റെ ഷെയ്ഡ് തന്നെയാണ്.
ഇത് ഒരുവിധം യൂസ് ചെയ്തിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് പക്ഷേ സാധനം ഉണ്ട്, നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് ഞാനത് കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയുള്ളതൊരു ഗ്രീനാണ്. ഗ്രീനിൻ്റെ ഇത് അതായത് ബ്രൈറ്റ് അല്ല, ഇത് ഒരു ഇളം പച്ച കളറാണ് കേട്ടോ. പക്ഷേ അത് ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് സാധനം ഉള്ളതുകൊണ്ട് ഞാനത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പിങ്ക് ഷെയ്ഡാണ് ഇത്, ഒരുവിധം പഴയതാണ്, ഒത്തിരി പഴയതാണ്, അത് യൂസ് ചെയ്യുന്നില്ല കൊണ്ട് ഞാനത് കളഞ്ഞു. ഇതൊരു യെല്ലോ ആണ്, എനിക്ക് തോന്നുന്നു ഓണം ആ സമയത്തൊക്കെ വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ്. അതൊക്കെ ഒരു തവണ കൂടുതൽ ഇട്ടിട്ടില്ല. ഒരു ഷിമ്മറി ടൈപ്പ് തന്നെയാണ്, മാറ്റല്ല. ഇതും അങ്ങനത്തെ ഒരു ഷെയ്ഡാട്ടോ. ഇതൊരു ബ്രൗൺ. ഇതൊക്കെ എനിക്ക് എൻ്റെ ബ്രദർ ഇൻ ലോ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അവനറിയാം എനിക്കിങ്ങനെ നെയിൽ പോളിഷ് ഇഷ്ടമാണ്. അപ്പോൾ അവനെനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളാണ്. ഇങ്ങനത്തെ ഒരു ബോക്സ് നിറയെ ഇങ്ങനത്തെ നെയിൽ പോളിഷുകൾ, അതും ഇങ്ങനത്തെ കളേഴ്സ്. പക്ഷെ നല്ല കളേഴ്സാണ് കേട്ടോ, യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബോക്സിലാണ് എനിക്കത് കിട്ടിയതെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാതുകൊണ്ട് ഇത് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു ചെറിയൊരു ബ്രൗൺ ആണ്. പക്ഷേ ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എന്തോ വാങ്ങിച്ചു കേട്ടോ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. ഈ ഷെയ്ഡ് കിട്ടണമെങ്കിൽ ഒരു 10 കോട്ടെങ്കിലും ഇടേണ്ടി വരും, അത്രയും അതിന് കളറില്ല. പക്ഷേ അത് ഫുള്ളായിട്ട് ഇരിപ്പുണ്ട്, ഞാനത് വല്ലപ്പോഴേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതെൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു, കാരണം വെറുതെ കളയണ്ടല്ലോ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാം. കുറച്ചധികം ഇട്ടാലാണ് ആ ഷെയ്ഡ് കിട്ടുള്ളൂ. പക്ഷെ ഞാനത് കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു വൈറ്റ് കളറാണ്, ഇത് ഒരുവിധം യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതല്ല ഒരു ക്രീം ഷെയ്ഡ് എന്നൊക്കെ പറയും, പക്ഷേ ഒരുവിധം യൂസ് ചെയ്ത് തീർന്നതുകൊണ്ട് ഞാൻ കളയുക. ഇതൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ബ്ലാക്ക് അല്ലെ ബ്രൗൺ അല്ലെ ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഇത് ഒരുവിധം യൂസ് ചെയ്ത് തീർന്നതായതുകൊണ്ട് ഇതൊക്കെ ഞാൻ കളയാം കേട്ടോ. ഇതൊരു ബ്ലൂ ഷെയ്ഡാണ്, പ്ലസ് ഇതിനകത്തൊരു ഗ്ലിറ്റർ പോലെ വരുന്നുണ്ട്. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്നെന്തോ വാങ്ങിച്ചതാണ്, പക്ഷേ ഇത് കൊള്ളാം, ഇത് നൈസായിട്ടുണ്ട്. ഇത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അത് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ. ഇതും ഞാൻ സ്റ്റുഡിയോയിൽ നിന്നോ എപ്പോഴോ വാങ്ങിച്ചതാണ്, അത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ, ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ലാവൻഡർ ഷെയ്ഡാണ്, ഇതും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, നല്ല കളറാണ്, എല്ലാവർക്കും ചേരുന്ന കളറാണ് കേട്ടോ. അതൊക്കെ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ ബ്ലൂ ഷെയ്ഡും എൻ്റെ കയ്യിൽ ബ്ലൂ കുറേ ഉണ്ട്. ഇതും ഒരു കൈൻഡ് ഓഫ് ബ്ലൂ തന്നെയാണ്. ഇതിനകത്തും ഇത് ഞാൻ കുറച്ചധികം യൂസ് ചെയ്തിട്ടുണ്ട്, കാരണം വേറൊരു ബ്ലൂ കയ്യിലുണ്ട്, അതുകൊണ്ട് അതിനകത്തുള്ളത് കൊണ്ട് ഞാനത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു റെഡാണ്, നല്ല റെഡ്. എപ്പോഴെങ്കിലും റെഡ് യൂസ് ചെയ്യണമെങ്കിൽ കയ്യിൽ വെക്കാമല്ലോ, അതുകൊണ്ട് ഞാൻ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു റെഡാണ്, ഇത് ഒരുവിധം തീർന്നതാണ്, ഇച്ചിരി ലൈറ്റാണ്, അത്ര ഡാർക്കല്ല, പക്ഷേ കുറച്ച് ഒരു 2-3 കോട്ടിട്ടാൽ ഇത് ബ്രൈറ്റായിട്ടിരിക്കും. ഇത് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു പിങ്ക്, ഇതൊരു നല്ല ഷെയ്ഡാണ് കേട്ടോ, പിങ്ക് ഷെയ്ഡാണ്, നല്ല പിങ്കാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ, നല്ല ഷെയ്ഡാണ്, അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു സ്കിൻ ടോൺ, ഒരു ക്രീം ഷെയ്ഡാണ്. ഇതും കുറച്ചധികം ആയതാണ്, പക്ഷേ ഇതിനകത്തുണ്ട്, അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ്, പക്ക ഓറഞ്ച് ഷെയ്ഡാണ്. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇതിനകത്തുണ്ട്, അതുകൊണ്ട് അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് വണ്ണാണ് ഈ ബ്ലൂ. ഇത് ലാസ്റ്റ് വണ്ണാണ്, ഒരു ബ്ലൂ ഷെയ്ഡാണ്, നല്ല അടിപൊളി ബ്ലൂ ആണ്. ഇതും എല്ലാവർക്കും ചേരും, ഞാനത് കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫുള്ള് ഇത്രയും എൻ്റെ യൂസ് ചെയ്യാൻ പറ്റുന്നതും ആ ബോക്സിൽ വെച്ചിരിക്കുന്നത് വേസ്റ്റുമാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ ഇട്ട് നോക്കിയതൊക്കെയാണ് ഈ കാണുന്നത്. അത് ഞാനിപ്പം ആ
കോട്ടൺ പാഡ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. ആ കോട്ടൺ പാഡ് നന്നായിട്ട് ഒരെണ്ണം മതി, നമുക്ക് അത്രയും എല്ലാ വിരലിലെയും കളയാൻ പറ്റും. ഞാനിപ്പോൾ എന്താണെന്നറിയോ, ഒരു കയ്യിൽ ഞാൻ ഫോൺ പിടിച്ചേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കോട്ടൺ പാഡ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇട്ടതൊന്ന് തുടയ്ക്കുന്നതേ ഉള്ളൂ, കാരണം അല്ലെങ്കിൽ എല്ലായിടത്തും പറ്റി പിടിക്കുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കളഞ്ഞിട്ട് ഞാൻ പിന്നെ ഇരുന്ന് കയ്യിൽ കളഞ്ഞ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം മാറ്റി ഈ വേസ്റ്റെല്ലാം ഞാനിപ്പോൾ കൊണ്ട് കളയാൻ പോവാണ്. ഇത് വേസ്റ്റാണ്. ഇത് കളഞ്ഞിട്ട് ഞാൻ ഈ ബോക്സിൽ തന്നെ നല്ലതെല്ലാം പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. ഞാനങ്ങനെ വേറെ ബോക്സിലൊന്നും ആക്കി വയ്ക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കൊണ്ട് കളഞ്ഞിട്ട് ഈ നല്ലതെല്ലാം എടുത്തൊന്ന് ഇതിനകത്ത് വെക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഞാൻ വേസ്റ്റ് കൊണ്ട് കളഞ്ഞ് തിരിച്ച് വന്നപ്പോൾ എൻ്റെ പുത്രൻ ഇത് കണ്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുത്രൻ ഇതെടുത്ത് അടുക്കി പെറുക്കി വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ വെക്കാൻ തുടങ്ങിയപ്പോൾ അവൻ വെച്ചോളാമെന്ന് പറഞ്ഞു. ശരി, എന്നാൽ വെച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാനപ്പോൾ റെസ്റ്റ് എടുക്കുവാണ്. അവനപ്പോൾ അത് ഓരോന്നായിട്ട് അതിനകത്ത് അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് ഫുള്ള് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. കോട്ടൺ പാഡ് വെച്ചിട്ട് കളഞ്ഞു. കൈ കഴുകി വന്നതാണ്. ഇനി എനിക്കൊരു നെയിൽ പോളിഷ് ഇതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്തെടുത്ത് കയ്യിലിടാമെന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് പുത്രൻ അത് റെഡിയാക്കിക്കോളുമല്ലോ. അപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് ഇടയ്ക്കൊക്കെ. അപ്പം ഞാനിപ്പോൾ കയ്യിൽ ആ പിങ്ക് എടുത്തിട്ടു. പിങ്ക് ഷെയ്ഡാണ്, അതെടുത്തിട്ടു. ഇതാ ഇപ്പോൾ ഫുള്ളായിട്ടെല്ലാം പാക്ക് ചെയ്ത് വെച്ച് തന്നു. ഇനിയുള്ളത് കുറച്ചുണ്ട്, ഒരു 3-4 എണ്ണം പുറത്ത് കിടപ്പുണ്ട്. പക്ഷേ അവൻ അതിനകത്ത് തള്ളി കയറ്റൂല. അവൻ പറഞ്ഞു ഇത്ര മതി, ഇനിയുള്ളത് വേറെ ആക്കി വെച്ചോ, മമ്മി ഇനി ഇതിനകത്ത് വെക്കണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലൊരു വഴക്കും കഴിഞ്ഞിട്ടാണ് പോയതാൾ. ഞാൻ പറഞ്ഞു അത്രയും ഫുള്ളായിട്ട് നീ വെച്ചോ, കുഴപ്പമില്ലയെന്ന് പറഞ്ഞിട്ട് കേൾക്കൂല. അവൻ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചുമൊക്കെ വെച്ച് നോക്കി. ബാക്കി വന്നത് ഇവൻ വെക്കൂലെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയി. അപ്പോൾ അവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ബാക്കി വന്ന 3-4 എണ്ണം ഉണ്ട്, അത്രയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് തള്ളി കയറ്റുക. ശരി, തള്ളി കയറ്റി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് എൻ്റെ നെയിൽ പോളിഷിൻ്റെ കളക്ഷൻസ്. ഇനിയും ഞാൻ വാങ്ങിക്കും, എനിക്കിനിയും കണ്ടാൽ ഞാൻ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.